ദൈവത്തോട് പറഞ്ഞാൽ എന്നോട് ഇന്ന് രാത്രിയിൽ സംസാരിക്കണമേ. മുൾപ്പടർപ്പിൽ മോശയ്ക്ക് വേണ്ടി വെളിപ്പെട്ട ആ ദൈവ മഹത്വം ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ അസാധാരണമായ കരം എനിക്ക് വേണ്ടി വെളിപ്പെടണം. യേശു ആരിലും വലിയവനാണ്, അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടെ നമുക്ക് ചേർന്ന് ഈ പാട്ടിൻ്റെ വരികൾ പാടാമല്ലോ. കൈവിട്ടു എല്ലാരും എന്നെ എന്നും, ഏകനെന്നു ഞാൻ നനച്ചിടുമ്പോൾ, മുൾപ്പടർപ്പിൽ എനിക്കായൊരുവൻ അഗ്നിയിലിറങ്ങി നിന്നിടുന്നു. എന്നെ മാറ്റിയിടുവാൻ, പുതുതാക്കി തീർക്കുവാൻ, എന്നെ മാറ്റിയിടുവാൻ, പുതുതാക്കി തീർക്കുവാൻ. യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. നമുക്കറിയാം, നീണ്ട 40 വർഷത്തെ മരുഭൂമിയിലെ ഒരു യാത്രയുടെ നടുവിലാണ് മോശയ്ക്ക് വേണ്ടി ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ വെളിപ്പെടുന്നത്. ഇന്ന് നമ്മുടെ ജീവിതവും മരുഭൂമിയുടെ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ അതിൻ്റെ നടുവിലും നമ്മളെ കൈവിടാത്തൊരു ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് രാത്രിയിൽ ആഴമായി നമുക്ക് കേൾക്കുവാൻ നമ്മുടെ കാതുകളെ ഏൽപ്പിച്ച് നമുക്ക് ചേർന്ന് ഈ പാട്ടിൻ്റെ വരികൾ പാടി നമ്മൾ കർത്താവിനെ ആരാധിക്കാമല്ലോ. കൈവിട്ടു എല്ലാരും എന്നെ എന്നും, ഏകനെന്നു ഞാൻ നനച്ചിടുമ്പോൾ, മുൾപ്പടർപ്പിൽ എനിക്കായൊരുവൻ അഗ്നിയിലിറങ്ങി നിന്നിടുന്നു. എന്നെ മാറ്റിയിടുവാൻ, പുതുതാക്കി തീർക്കുവാൻ, എന്നെ മാറ്റിയിടുവാൻ, പുതുതാക്കി തീർക്കുവാൻ. യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശു ആരിലും വലിയവൻ, യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമേ ഇല്ലേ. തിരമാല എന്നേരെ ആഞ്ഞടിച്ചു, കാലുകൾ പടകിൽ നിന്നിളകി,
ലോകമാം കടലിൽ വീണിടുമോ? ഭയത്തോടെ ഞാൻ നോക്കി നിന്നിടുമ്പോൾ കടലിന്മേൽ നടന്ന അധികാരമുള്ളവൻ കാറ്റിനെ ശാസിക്കും, ശാന്തത നൽകിടും. കടലിന്മേൽ നടന്ന അധികാരമുള്ളവൻ കാറ്റിനെ ശാസിക്കും, ശാന്തത നൽകിടും. യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശു ആരിലും വലിയവൻ, യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമേ ഇല്ലേ. ശൂന്യത മാത്രമോ നിന്റെ സമ്പാദ്യം, ജീവിതം വ്യർത്ഥമെന്നു തോന്നിയിടുന്നോ? പടകൽപ്പം നീക്കുവാൻ മനസ്സാകുമോ? ആഴത്തിൽ വീശുവാനൊരുങ്ങിയിടുമോ? കാണാത്ത കാര്യങ്ങൾ നിൻ കണ്ണാൽ കാണുവാൻ എവിടെ തകർന്നുവോ അവിടെ മാനിക്കുവാൻ. കാണാത്ത കാര്യങ്ങൾ നിൻ കണ്ണാൽ കാണുവാൻ എവിടെ തകർന്നുവോ അവിടെ മാനിക്കുവാൻ. യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമേ ഇല്ലേ. യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശു ആരിലും വലിയവൻ, യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമേ ഇല്ലേ. യേശു ആരിലും വലിയവൻ, യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമേ ഇല്ലേ. നമ്മൾ പാടിയ പാടിന്റെ വരി ഇങ്ങനെയാണ്: ശൂന്യത മാത്രമാണോ നിന്റെ പടകിൽ? നിന്റെ ജീവിതം നിനക്ക് വ്യർത്ഥമെന്ന് തോന്നിയിരുന്നോ? ഈ സന്ദർഭം നമുക്ക് നന്നായിട്ട് അറിയാം. കർത്താവായ യേശു ക്രിസ്തു പത്രോസ് ഒരിക്കൽ മീൻ പിടിക്കുന്ന സമയത്ത് കർത്താവ് പത്രോസിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്ന പദങ്ങളാണ് നമ്മളിപ്പോൾ പാടിയ വരികൾ. ഒരിക്കൽ പത്രോസും കൂട്ടരെല്ലാം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട്, പത്രോസിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കടലിലെ A-Z കാര്യങ്ങൾ അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഈ പത്രോസ് എന്ന് പറയുന്നത്. ഈ പത്രോസ് തൻ്റെ കഴിവിൻ്റെ പരമാവധി താൻ അധ്വാനിച്ചു, നല്ലതുപോലെ അധ്വാനിച്ചിട്ട് തൻ്റെ ആ അധ്വാന ഫലം അത് പരിശ്രമത്തിൽ വരാതെ അവിടെ പരാജയപ്പെട്ടു പോകുന്ന ഒരു പത്രോസിനെയാണ് കാണുക. കാര്യം കടലിൽ തോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസിൻ്റെയൊക്കെ ജീവിതത്തിനകത്ത് ഒരു വൻ പരാജയമാണ്. കാര്യം ജനിച്ച നാൾ മുതലേ മീൻപിടുത്തവും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുന്ന പത്രോസിൻ്റെ ജീവിതത്തിനകത്ത് ഇത് ഇങ്ങനൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വൻ പരാജയമാണ്. അങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുന്ന പത്രോസിൻ്റെ അടുക്കൽ വന്നിട്ടാണ്
കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, നിന്റെ പടക് എനിക്ക് അല്പനേരത്തേക്ക് ആവശ്യമാണ്. അങ്ങനെ പത്രോസ് ഒരു മടിയും കൂടാതെ തൻ്റെ പടകൊക്കെ വിട്ടുകൊടുത്ത് കർത്താവിന് ശുശ്രൂഷിക്കുവാനായിട്ട് കൊടുത്തപ്പെടുത്തേനെ. അത് കഴിഞ്ഞതിന് ശേഷം പത്രോസിനോട് കർത്താവ് പറയുന്നൊരു പദമുണ്ട്, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാൻ. അപ്പം പത്രോസ് പറയുന്നു, കർത്താവേ നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും നല്ലതുപോലെ അധ്വാനിച്ചു, ഈ കടലിൽ ഇനി എവിടെ ആഴത്തിൽ ഇറക്കാനാണ്? നല്ല ആഴത്തിലൊക്കെ പോയി ഞങ്ങൾ നോക്കി, പക്ഷേ ഇനി ഒരു സാധ്യതകളുമില്ല. പക്ഷേ നിന്റെ വാക്കിനാൽ ഞങ്ങൾ വലയിറക്കാമെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ആ പത്രോസിൻ്റെ ജീവിതത്തിനകത്ത് താൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ മീൻകൂട്ടം തൻ്റെ പടകിനകത്ത് കയറി. പത്രോസിന് ഇത് കണ്ടപ്പം പത്രോസിന് മനസ്സിലായി, തൻ്റെ പടകിനകത്ത് കയറിയത് ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു അസാധാരണ മനുഷ്യനാണെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതമാകുന്ന പടകിനകത്ത് എന്തൊക്കെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കഴിവ് കാണാം, വിദ്യാഭ്യാസം കാണാം, സാമ്പത്തികം കാണാം, എല്ലാം കാണാം. പക്ഷെ ഇതൊന്നും വർക്ക് ചെയ്യാൻ കഴിയാതെ വരുന്നൊരു സമയമുണ്ട്. എത്ര പണം ഉണ്ടായിരുന്നാലും അതിൻ്റെ നടുവിൽ നമുക്ക് സമാധാനം കിട്ടാതെ വരും. എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ നടുവിലൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു സമയം വരും. അവിടെ നമുക്ക് ആവശ്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമീപനമാണ്. ഇന്ന് രാത്രിയിലും ഏതെങ്കിലൊക്കെ മേഖലകളിൽ തകർന്നും നുറുങ്ങിയും പരാജയപ്പെട്ടും നിങ്ങൾക്കറിയാവുന്ന ബിസിനസ്സുകൾ ചെയ്ത് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിതം ഒരു വ്യർത്ഥമാണെന്ന് തോന്നി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ഇനി ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല എൻ്റെ ജീവിതം കൊണ്ട്, അങ്ങനെ പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആ യേശുവിനെ ഒന്ന് നിന്റെ പടകിനകത്തോട്ടൊന്ന് കയറ്റാൻ നീ ഒന്ന് അനുവദിച്ചു. നിന്റെ ജീവിതമാകുന്ന പടകിനകത്ത് ആ യേശുവിനൊന്ന് വസിക്കുവാൻ ഞാൻ നിങ്ങൾ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള എൻ്റെ ദൈവം ഇന്ന് രാത്രിയും ശക്തനായി നിൽക്കുകയാണ്. ആ കരങ്ങളെ തട്ടി കർത്താവിന് ഒരു മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിന് ഒന്ന് മഹത്വം കൊടുക്കും. എല്ലാ കണ്ണുകളും അടച്ച് ഇന്ന് രാത്രിയിലും സർവശക്തന്റെ ആഴമേറിയ കരം പത്രോസിന്റെ പടകിനെ നിറച്ചതുപോലെ ജീവിതം വ്യർത്ഥമായിട്ട് പത്രോസിന് ഇനി അടുത്ത നിമിഷങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തനിക്ക് കുടുംബമുണ്ട്, കൂടെ നിൽക്കുന്ന സഹോദരന്മാർ, കൂടെ അധ്വാനിക്കാൻ വന്ന സഹോദരന്മാർക്ക് വല്ലതുമൊക്കെ കൊടുക്കണം. പക്ഷേ വല്ലാത്ത വ്യാകുല ചിന്തകളാൽ താൻ നിൽക്കുമ്പോൾ തന്നെ കണ്ടൊരു കർത്താവുണ്ട്. സത്യത്തിൽ അവിടെ ഒരുപാട് പടകുകൾ ഉണ്ടായിരുന്നു, പക്ഷേ പത്രോസിന്റെ പടക് മാത്രം ഫോക്കസ് ചെയ്ത് വന്ന ഒരു കർത്താവ് ഇന്ന് രാത്രിയിൽ ആരുടെയൊക്കെയോ ജീവിതത്തെ മാത്രം കണ്ട് ഇതിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നിന്റെ ശൂന്യത മാറ്റുവാൻ, നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ, നിന്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. ശൂന്യത മാത്രമോ നിന്റെ സമ്പാദ്യം, ജീവിതം വ്യർത്ഥമെന്നു തോന്നിടുന്നോ, പടകൽപ്പം നീക്കുവാൻ മനസ്സാകുമോ, ആഴത്തിൽ വീശുവാനൊരു നീടുമോ, കാണാത്ത കാര്യങ്ങൾ നിൻ കണ്ണാൽ കാണുവാൻ എവിടെ തകർന്നുവോ അവിടെ മാനിക്കുവാൻ, കാണാത്ത കാര്യങ്ങൾ നിൻ കണ്ണാൽ കാണുവാൻ എവിടെ തകർന്നുവോ അവിടെ മാനിക്കുവാൻ. യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമേ ഇല്ലേ. യേശുവാ
ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 16